ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് അതൊക്കെ ചെയ്തിട്ട് നല്ലതാണെന്നൊക്കെ അറിയിച്ചു. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കും നിങ്ങളുടെ സഹകരണത്തിനുമായി ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പോഞ്ച് കേക്കാണ്. ഈ സ്പോഞ്ച് കേക്കിന് നമുക്ക് പ്രത്യേകിച്ച് കേക്കിൻ്റെ ഓവനോ മുട്ടയോ അല്ലെങ്കിൽ നമുക്ക് മൈദയോ ഒന്നും ഇല്ലാതെ നല്ല കിടിലൻ സ്പോഞ്ച് കേക്ക് ഒരു അരമണിക്കൂറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു കിടിലൻ സ്പോഞ്ച് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മുട്ടയും മൈദയൊന്നും ഇല്ലാതെ, കേക്കിൻ്റെ ഓവൻ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കിടിലൻ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് തൈര് വേണം. ഈ ഒരു ചെറിയ കപ്പിൽ നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്. പഞ്ചസാര നമുക്കൊരു 6 സ്പൂൺ പഞ്ചസാരയോളം വേണം. പിന്നെ പാല് ഒരു 1/2 കപ്പ് വേണം. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, ഇത് വലിയ 2 തവിക്കെടുത്ത ഗോതമ്പ് പൊടിയാണ്. ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ട്. പിന്നെ കുറച്ച് ഓയിൽ വേണം. അതുപോലെ ബേക്കിംഗ് പൗഡർ വേണം. പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ ഉപ്പ്. പിന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് അത് ഓപ്ഷണലാണ്. നമുക്ക് 1 സ്പൂൺ നെയ്യ് വേണം. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും 1 സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ വാനില എസൻസും വേണം, ചെറിയ ഒരു ഡ്രോപ്പ് വാനില എസൻസും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ ഒരു കിടിലൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ തൈര്, ഇതൊരു ചെറിയ കപ്പിലെടുത്ത തൈരാണ്. ഈ തൈര് നമ്മൾ ആദ്യം ഈ ബൗളിലേക്ക് ഒഴിക്കുകയാണ്. നമ്മളൊരു 4 സ്പൂണെങ്കിലും കുറയാതെ ചേർക്കണം, നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത്ര ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാൻ പോവുകയാണ്. അടിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് ബാറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ച് അടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ പെട്ടെന്ന് ഇത് അലിയാനായിട്ട് നല്ലത്. അപ്പം നമ്മൾ പഞ്ചസാരയും തൈരും കൂടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. തൈര് ചേർക്കുന്നതുകൊണ്ട് തൈരിന് പുളി ഉണ്ടെങ്കിൽ പഞ്ചസാര അതിനനുസരിച്ച് ആഡ് ചെയ്ത് വേണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ആ പുളിരസം മാറിയിട്ടുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര അതിനനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഗോതമ്പ് പൊടി കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇളക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. അത് നമ്മൾ ഒരു പേസ്റ്റ് വരുവാണ് ഇതിനും വേണ്ടത്. നന്നായി ഇളക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച്, നിങ്ങളുടെ കയ്യിൽ ബാറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച്, ഇലക്ട്രോണിക്സ് ബാറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് അടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇതിങ്ങനെ ചേർത്തുകൊണ്ടേ ഇരിക്കണം. നമ്മളിത് ചേർക്കുന്ന അനുസരിച്ച് പാലും കൂടെ കുറേശ്ശെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ വെള്ളമയം ഇതിനനുസരിച്ച് പാല് മിക്സ് ചെയ്താൽ മതി. ബാക്കി ഫുൾ ഗോതമ്പ് പൊടി ഇടുകയാണ്. ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പാലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നമുക്ക് ഇനി ഇപ്പം അല്പം ഉപ്പ് ചേർക്കാം. നമ്മൾ ഒരല്പം ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്തു. അതുപോലെ നമ്മളൊരു 1/4 സ്പൂൺ ഇത് ബേക്കിംഗ് സോഡയാണ്. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് ഉണ്ടെങ്കിൽ 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല മയം കിട്ടും നമുക്ക്. അതുപോലെ ഇത് മിൽക്ക് മെയ്ഡാണ്. നമ്മൾ 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്യുകയാണ്. നമ്മളിനി അവസാനമായിട്ട് കുറച്ച് വാനില എസൻസും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. നമ്മളിത് മുമ്പേ നമ്മൾ അടിച്ചെടുത്ത പോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മിക്സ് നമ്മൾ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരു ക്രീമി പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇപ്പം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ ഈ ഒരു ബോളിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ്റെ അകത്ത് വെച്ച് ഈ കേക്ക് ചൂടാക്കി എടുക്കാം. ഇനി ഓവൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ബൗൾ നമുക്ക്
പ്രഷർ കുക്കറിൽ ഇറക്കി വെച്ച് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിലാണെങ്കിൽ അതിൻ്റെ വിസിൽ മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം, 30 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാം. ഈ പ്രഷർ കുക്കറിനകത്ത് ചെയ്യാൻ പേടിയാണുണ്ടെങ്കിൽ അപ്പച്ചെമ്പിനകത്ത് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അപ്പച്ചെമ്പിനകത്ത് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു ബൗളിന് ചുറ്റും കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യാൻ പോവുകയാണ്. കൈ കൊണ്ട് പെട്ടെന്നായിരിക്കും കുറച്ചുകൂടി നല്ലത്, നെയ്യ് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട്. പാത്രത്തിൻ്റെ അടിവശത്തും ഇതിൻ്റെ സൈഡ് വശങ്ങളിലും നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കുക. ഇതിന് ചുറ്റും നമ്മൾ നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ നെയ്യ് പുരട്ടിന് വേറെ ഉദ്ദേശങ്ങളുണ്ട്. കേക്ക് ഇളകി വരാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് നെയ്യൂടെ പുരട്ടി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ഈ മിക്സ് ഇപ്പം ആ നെയ്യ് പുരട്ടിയ ബൗളിലേക്ക് നമ്മൾ പകരുകയാണ്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു. ഈ പാത്രം നമ്മൾ നന്നായിട്ടൊന്ന് റൗണ്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചാണ് നമ്മൾ ഇത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പച്ചെമ്പിൽ അല്പം വെള്ളം വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇത് അപ്പച്ചെമ്പിൻ്റെ തിറക്കി വെക്കാൻ പാടുള്ളൂ. ഇനി അപ്പച്ചെമ്പിൻ്റെ അത് വെക്കുമ്പം മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അപ്പച്ചെമ്പിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ വെച്ചൊന്ന് മൂടുവാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആവി ഇതിൻ്റെ അകത്ത് ഇറങ്ങും. അതുകൊണ്ട് ടൈറ്റായിട്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക് ഫോയിലോ എന്തെങ്കിലും വെച്ച് നമ്മളിത് മൂടിയതിന് ശേഷം മാത്രമേ അപ്പച്ചെമ്പിൻ്റെ അകത്ത് ഇറക്കി വെക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളിത് അപ്പച്ചെമ്പിൻ്റെ അകത്ത് ഇറക്കി വെച്ചു. അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് നമ്മൾ അടച്ചിട്ടുണ്ട്. കാരണം ആവി ഇതിൻ്റെ അകത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു അരമണിക്കൂർ നമ്മൾ ആവിയിൽ നമ്മളിത് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ മൈദയും മുട്ടയൊന്നും ഉപയോഗിക്കാതെ ഓവനൊന്നും ഇല്ലാതെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഗോതമ്പിൻ്റെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ടോ നല്ല സോഫ്റ്റാണ്, ഉണ്ടോ? ഇതിൽ കൂടുതൽ സോഫ്റ്റ് ആകാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വട്ടം നിങ്ങൾ ഈ കേക്ക് കഴിച്ച് തീർച്ചയായിട്ടും പിന്നെയും ഇത് ഉണ്ടാക്കി കഴിക്കുക. അത്രയ്ക്ക് നല്ല കിടിലൻ ടേസ്റ്റ് ഉള്ളതാണ്. കാരണം ഇത് ഞങ്ങൾ ആദ്യം ഒന്ന് മൈദ വെച്ച് പരീക്ഷിച്ചു, രണ്ടാമത് ഗോതമ്പ് വെച്ച് പരീക്ഷിച്ചു, മൂന്നാമതാണ് ഞങ്ങളിത് വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ പറയാം. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മളൊന്ന് മുറിച്ച് കഴിക്കാൻ പോവാണ്. എന്നുമ്പേ പറഞ്ഞു നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? കത്തി അങ്ങോട്ട് വെക്കുമ്പോഴേ തരഞ്ഞു നല്ല സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. ഇതിപ്പോൾ അല്പം എടുത്ത് ഒന്ന് കഴിക്കാൻ പോവാണ്. നല്ല മണമൊക്കെ ഉണ്ട്, നല്ല ചൂടാണ്. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. നല്ല അടിപൊളി കേക്കാണ്. ഈ കാണിച്ചിരിക്കുന്ന മെത്തേഡിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി തന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് ഈ അറിവുകൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്.